സൗദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചന ഹർജിയിൽ വീണ്ടും നിരാശ. കേസ് വീണ്ടും മാറ്റി. മോചന ഉത്തരവ് ഇന്നും ഉണ്ടായില്ല. സൂക്ഷ്മ പരിശോധനയ്ക്കും കൂടുതൽ പഠനത്തിനും സമയം ആവശ്യമാണെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. വിവരങ്ങളുമായി ജമാൽ ചേരുകയാണ് UAE-യിൽ നിന്ന്. ജമാല്, വീണ്ടും വീണ്ടും നിരാശയാണ് റഹീമിന്റെ കാര്യത്തിൽ. ഇപ്പോൾ കൂടുതൽ പഠനം ആവശ്യമുണ്ട് എന്നുള്ളതാണോ കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം? സിജു, ഇന്ന് മലയാളികൾ പ്രതീക്ഷയോടെയാണ് ഇന്നത്തെ സിറ്റിങ്ങിനെ നോക്കിക്കണ്ടിരുന്നത്. കാരണം ഇന്നെങ്കിലും ഇത് സംബന്ധിച്ച് മോചന ഉത്തരവ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് 6ാം തവണയും ഈ കേസ് മാറ്റിയിരിക്കുന്നു. കൂടുതൽ പഠനം ആവശ്യമാണ്, അതിന് കൂടുതൽ സമയം ആവശ്യമാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. സൂക്ഷ്മ പരിശോധന കാര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വേണം, അതുകൊണ്ട് തന്നെ ഇനിയും സമയം വേണം എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും മലയാളികളെ സംബന്ധിച്ച് വീണ്ടും നിരാശയാണ്. റഹീമിന്റെ കേസ് വീണ്ടും മാറ്റിയിരിക്കുന്നു. ഇത് 6ാം തവണയാണ് ഇപ്പോൾ റിയാദ് ക്രിമിനൽ കോടതി ഈ കേസ് മാറ്റുന്നത്. നേരത്തെ നമുക്കറിയുന്ന പോലെ തന്നെ 2006-ലാണ് അബ്ദുൾ റഹീം ജയിലിലാകുന്നത്. സൗദി ബാലൻ അൽ ഷഹീലിന്റെ മരണവുമായി ബന്ധപ്പെട്ട്. പിന്നീട് 18 വർഷത്തോളം ഇപ്പോൾ ജയിലിൽ തന്നെ കഴിയുന്നു. ഈ കുടുംബത്തിന് മരിച്ച സൗദി ബാലന്റെ കുടുംബത്തിന് 15 മില്യൺ റിയാൽ, ഏതാണ്ട് 34 കോടി രൂപ മലയാളി ഒന്നാകെ സ്വരൂപിച്ച് നൽകുന്നു. അതുകൊണ്ട് തന്നെ റഹീമിന്റെ വധശിക്ഷ കഴിഞ്ഞ ജൂലൈയിൽ റദ്ദാക്കിയിരുന്നു. പക്ഷേ ഇപ്പോഴും മോചന ഉത്തരവ് ഉണ്ടായിട്ടില്ല എന്നതാണ് എല്ലാവരെയും നിരാശപ്പെടുത്തുന്നത്. അടുത്ത സിറ്റിംഗ് തീയതി ഉടനെ അറിയിക്കും എന്നാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. ജമാൽ, ബ്ലഡ് മണി ആ കുടുംബത്തിന് മാറിയിട്ടുണ്ടായിരുന്നോ? നേരത്തെ തന്നെ എംബസി വഴി, ഇന്ത്യൻ എംബസി വഴി ഈ ബ്ലഡ് മണി അവിടെ കുടുംബത്തിന് കൈമാറിയിരുന്നു. 15 മില്യൺ റിയാൽ, ഏതാണ്ട് 34 കോടി രൂപയാണ് മലയാളികളെല്ലാവരും ചേർന്ന്, ലോകത്തെങ്ങുമുള്ള മലയാളികൾ ചേർന്ന് സ്വരൂപിച്ചത്. ഇത് പിന്നീട് റഹീം നിയമസഹായ സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും പൂർത്തിയാക്കിയിരുന്നത്. ഈ പണം ഇന്ത്യയിൽ നിന്ന് നേരിട്ട് സൗദിയിലെ ഇന്ത്യൻ എംബസിയിലേക്ക് അയക്കുകയും ഇന്ത്യൻ എംബസി റിയാദ് കോടതി വഴി ഇവരുടെ കുടുംബത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിനൊക്കെ ഫലമായി വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും റഹീം ജയിലിൽ തന്നെയാണ് ഉള്ളത്. 18 വർഷമായി ജയിലിൽ കഴിയുന്നു. ഏതായാലും ജമാലാണ് റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. കോടതി വീണ്ടും കൂടുതൽ പഠനത്തിന് സമയം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് ദുബായിൽ നിന്നും ജമാൽ നൽകിയത്.